നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതിയിലൂടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടതിനു ശേഷം അടുത്ത വിഭാഗത്തെ തേടിയെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരം പിടിച്ചതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. ഡൽഹിയിൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് എടുത്ത നടപടി കൂടുതൽ സംശയങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. ഈസ്റ്റർ ദിന പ്രാർത്ഥനകൾക്കും കുർബാനയ്ക്കും വേണ്ടിയുള്ള മൈക്ക് ഉപയോഗവും പോലീസിന്റെ സുരക്ഷയും ആവശ്യപ്പെട്ട സഭ നൽകിയ കത്തിന് ഒറ്റവാക്കിൽ അനുമതിയില്ലെന്ന് മറുപടി നൽകിയത് ബി.ജെ.പിയുടെ മതപരമായ പക്ഷപാതിത്വത്തെ തുറന്നുകാട്ടുന്ന സംഭവമായി ഇതിനെ വിലയിരുത്തുന്നു. ഗഡിയിലെ ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ വികാരി ഫാദർ ഫ്രാൻസിസ് പ്രസാദ് അയച്ച കത്ത് അനുസരിച്ചാണ് ഈ പ്രതികരണം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അടക്കം 700ഓളം വിശ്വാസികൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കാണ് കത്തിലൂടെ സുരക്ഷ ആവശ്യപ്പെട്ടത്. മറുപടി ലഭിച്ചില്ലെങ്കിൽ പോലീസിന് സ്വമേധയാ സുരക്ഷ ഒരുക്കാമായിരുന്നെങ്കിലും അതുപോലും നടത്തിയില്ല. ഒരു വശത്ത് വിശ്വാസികൾക്ക് തങ്ങളുടെ മതാചാരങ്ങൾ നടത്താൻ പോലും ഭരണകൂടം അനുമതി നിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തിടെ ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബിൽ ഭേദഗതിയും ഇതേ നിലപാടിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. വഖഫ് സമ്പത്ത് സംബന്ധിച്ച നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി മതകാര്യങ്ങളിൽ ഇടപെടാനുള്ള ശ്രമമാണ് തുടരുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന വഖഫ് സ്വത്തുക്കൾക്ക് മേൽ ഇടപെടൽ ശക്തമാക്കുകയും നിഷ്ക്രിയമാക്കുകയുമാണ് ഭേദഗതിയുടെ ലക്ഷ്യം. അതിന് പിന്നാലെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിയുന്നത്. ഇസ്ലാമോ ക്രിസ്തുമതമോ ആയ വിശ്വാസികളെ അടിച്ചമർത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമം തന്നെയാണ് ഇതെന്നതിൽ സംശയമൊന്നുമില്ല. ബി.ജെ.പിയുടെ ഡൽഹി ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾ ഇതോടെ അസ്വസ്ഥരായിരിക്കുകയാണ്. ഓശാന ഞായറാഴ്ച കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച നടപടിയും അതേ നയത്തിന്റെ തുടർച്ചയായാണ് ക്രിസ്ത്യൻ സമുദായം കാണുന്നത്. ഇത്തരം നീക്കങ്ങൾ മതേതരത്വത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് ബി.ജെ.പി. ആക്രമണം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യതയായിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെയും വിശ്വാസത്തെയും ലക്ഷ്യമിട്ടുള്ള നിയമ നടപടികൾ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഇത്തരം നടപടികൾ എന്നതിൽ സംശയമൊന്നുമില്ല.